നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കാം. ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ, അതിലേക്ക് ചേർക്കാനായിട്ട് അല്പം പാല്, പിന്നെ നമുക്ക് വേണ്ടത് റവയാണ്. അത് 1 സ്പൂൺ റവ മതിയാവും. പിന്നെ നെയ്യ് വേണം, 1 സ്പൂൺ നെയ്യ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഫുഡ് കളർ, ഇത് ഓപ്ഷണലാണ്. ഞാനിത് യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് വാനില എസൻസ്, പിന്നെ നമുക്ക് ഷുഗർ പൗഡറും കൂടെ വേണം. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ, പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തത്. അപ്പോൾ ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇപ്പം ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണാണ്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. ഇപ്പം ഞാനിത് 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വളരെ കുറച്ച് പാൽ മതിയാവും. നമുക്ക് ഈ ഒരു പരുവത്തിന്, ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയായുള്ളൊരു മാവാണ്. അത്രയും സോഫ്റ്റ് ആകണ്ട, ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് മാവ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ടേബിളിൻ്റെ മുകളിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണം, അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താൻ എടുക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് മാവ് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ റവ കൂടിപ്പോകരുത്. റവ കൂടിപ്പോയി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ഭയങ്കര ഹാർഡാവും. അപ്പോൾ വളരെ കുറച്ച്, അല്ലെങ്കിൽ 1 സ്പൂൺ അല്ലെങ്കിൽ അതിലും കുറവ് റവയെ ഇതിലേക്ക് ചേർക്കാവുള്ളൂ. അപ്പോൾ റവ ചേർക്കുന്നത് ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റവ കൂടിപ്പോയി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് വളരെ കട്ടിയായി പോകും. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ബിസ്ക്കറ്റ്സും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ ബിസ്ക്കറ്റ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിൽ അല്പം എണ്ണയോ ബട്ടറോ തേച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ബിസ്ക്കറ്റ്സ് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഈ കുക്കർ വന്നിട്ട് ഞാനൊരു 5 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിലൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെക്കുക. അപ്പോൾ കുക്കറിൻ്റെ വാഷർ ഇടണം, വിസിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്തെല്ലാം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പുറം ഭാഗമൊക്കെ നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് നല്ല കറക്റ്റായിട്ട് ബിസ്ക്കറ്റിന് അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കണം, അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു.